ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അള്ളാഹു എല്ലാവരെയും നന്നാക്കട്ടെ. എന്റെ കുട്ടികളെ നിങ്ങളോട് പറയാനുള്ളത്, എന്റെ ഉമ്മമാരെ നിങ്ങളോട് പറയാനുള്ളത്, എന്റെ ചെറുപ്പക്കാരെ നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഈ വാക്ക് വല്ലാത്ത ഗൗരവമുള്ള വാക്കാണ്. വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ, എല്ലാവരും നമ്മളടുക്കൽ ഹാജരാക്കപ്പെടുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. എന്റെ മക്കളെ, ചെറിയ കുട്ടികളെ, നിങ്ങൾ ഒരിക്കലും ലഹരിയുടെ പിന്നാലെ പോകരുത് കേട്ടോ. അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന മൊബൈൽ ഫോണുണ്ടല്ലോ, ആ മൊബൈൽ ഫോണിൽ നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലേക്കൊന്നും നിങ്ങൾ കടന്നു പോകരുതേ മക്കളെ. ഇതുപോലെ ഇന്റർനെറ്റ് തുറന്നാൽ, ഇപ്പോൾ എന്റെ ഈ പ്രസംഗം അമേരിക്കയിൽ വെച്ച് കേൾക്കുന്നവരുണ്ട്, ജപ്പാനിലും അതുപോലെ റഷ്യയിലും അതുപോലെ മലേഷ്യയിലും വെച്ച് കേൾക്കുന്നവരുണ്ടാകും. കാരണം ഇന്റർനെറ്റിൽ ഈ പ്രസംഗം കൊടുക്കുന്നുണ്ട്. അത് അല്ലാഹു തആല തന്ന ഒരു ഇന്നത്തെ സംവിധാനം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതേ നെറ്റിൽ തന്നെ കടന്നാൽ മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന, തെറ്റിലേക്ക് നയിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നെറ്റിലുണ്ട്. എന്റെ മുസ്ലിം കുട്ടികളെ, നിങ്ങൾ വഴിതെറ്റുന്ന വഴിയിലേക്ക് കടന്നു പോകരുതേ. നെറ്റിലൂടെ നിങ്ങൾ ഹറാമിലേക്ക് കടക്കല്ലേ, ഒരു പെണ്ണിന്റെ ചിത്രം നോക്കല്ലേ, അതുപോലെ അതാ നിങ്ങളെ തെറ്റിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നിലേക്കും നിങ്ങൾ പോകല്ലേ മക്കളെ. ഈ അടുത്തന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറയുകയാണ്, ഞാനിതാ പഠിക്കുന്ന കാലത്തൊരു പെണ്ണുമായി ബന്ധപ്പെട്ടു പോയി. ആ പെണ്ണിന്റെ കുടുംബം എന്നെ അതാ ഭർത്താവായി ലഭിക്കുമെന്ന് അവളും കുടുംബവും ചിന്തിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ദീനീ ബോധം തീരെ ഇല്ലാത്ത പെണ്ണ്. ഇപ്പോൾ അവളെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാനാണെങ്കിലോ എന്റെ കുട്ടിക്കാലത്തിന്റെ ദൗർബല്യത്തിൽ പെട്ടുപോയി. ഞാനിനി എന്ത് ചെയ്യണം ഉസ്താദേ? ഞാൻ അന്ന് വന്ന തെറ്റിൽ ഖേദിച്ച് മടങ്ങുന്നു. പക്ഷേ അവളെ കുടുംബം എന്നെ വിടുന്ന മട്ടില്ല എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഈ അടുത്തെന്നെ വിളിച്ചു. പറയട്ടെ, അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ, സ്വന്തം ബാപ്പാന്റെ പൊരുത്തം നോക്കാതെ, സ്വന്തം ഉമ്മാന്റെ പൊരുത്തം നോക്കാതെ, സമൂഹത്തിന്റെ ചിന്ത നോക്കാതെ, ചെറുപ്പക്കാരെ, കാണുന്ന പെണ്ണിലേക്ക് ലയിച്ച് നിങ്ങൾ ജീവിച്ചാൽ, പെൺകുട്ടികളെ, നിങ്ങൾ കാണുന്ന പുരുഷന്മാർക്ക് നിങ്ങളെ ടെലിഫോൺ നമ്പർ കൈമാറിയാൽ, അങ്ങനെ നിങ്ങൾ തമ്മിലതാ അനുരാഗം വന്നാൽ, പറയട്ടെ, തൽക്കാലം നിങ്ങൾക്കതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാകൂല. പക്ഷേ അല്പം കഴിയുമ്പോഴാ മനസ്സിലാവുക. ഞാനതിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ബാപ്പ പൊരുത്തപ്പെടാത്ത ബന്ധം, ഉമ്മ പൊരുത്തപ്പെടാത്ത ബന്ധം, തറവാട്ടിനോട് യോജിക്കാത്ത ബന്ധം, നാട്ടുകാരംഗീകരിക്കാത്ത ബന്ധം, അതിന് നീ തുനിയുമ്പോ നിനക്ക് മരിക്കുന്നവരെ പിന്നെ കുടുംബത്തിന് സമാധാനമില്ല. നിന്റെ ഉപ്പാക്ക് മനസ്സമാധാനമില്ല, നിന്റെ ഉമ്മാക്ക് മനസ്സമാധാനമില്ല. സുബ്ഹാനല്ലാഹ്, ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ എത്ര ആളുകളാണ് എന്റെ പെൺകുട്ടി ഏതോ ഒരു മനുഷ്യനും ഈ ബന്ധത്തിലായി പോയി, ഒന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. വേദനയോടെ പറയട്ടെ, ആ ബാപ്പാന്റെ മനസ്സിന്റെ വിഷമം എത്രയാണ്, ഉമ്മാന്റെ മനസ്സിന്റെ വിഷമം എത്രയാണ്. സുബ്ഹാനല്ലാഹ്, കല്യാണം എന്ന് പറയുന്നത്, മകളുടെ വിവാഹം, മകന്റെ വിവാഹം, അത് ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു ദിവസമല്ലേ? പക്ഷെ അത് ഏറ്റവും ദുഃഖിക്കേണ്ട ദിവസമായി, ഏറ്റവും ടെൻഷനുള്ള ദിവസമായി, അങ്ങനെ മരണം വരെ ആ ടെൻഷൻ മനസ്സിന് നീങ്ങാത്തതായി അതപ്പതിച്ചു പോകുന്ന രംഗങ്ങൾ കാണുന്നില്ലേ നമ്മൾ? അതുകൊണ്ട് കുട്ടികളെ, ഒരിക്കലും തന്നെ നിങ്ങൾ ഹറാമിലേക്ക് ചിന്തിക്കരുത് കേട്ടോ, അന്യപെണ്ണിലേക്ക് നോക്കരുത് കേട്ടോ, ചിത്രം നോക്കി രസിക്കരുത് കേട്ടോ. അല്ലാഹ് വിരോധിച്ച ഒന്നിലേക്കും കടക്കണ്ട, അതിലൊന്നും ഒരു ഗുണവും ഇല്ല. നമുക്ക് കുടുംബജീവിതം, സന്തോഷകരമായ ജീവിതമൊക്കെ തരാൻ അല്ലാഹുവിങ്കലുണ്ട്. നിങ്ങളെ വഴിപിഴപ്പിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ കൂട്ടുകാരെ നിങ്ങൾ വഴിപ്പെടരുതേ.
അൽഅഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വ് ഇല്ലൽ മുത്തഖീൻ. അല്ലാഹ് പറഞ്ഞില്ലേ, സുഹൃത്തുക്കളൊക്കെ പരസ്പരം ശത്രുവാകുന്നൊരു ദിവസമുണ്ട്, സുഹൃത്തുക്കള് ശത്രുക്കളാകുന്നൊരു ദിവസമുണ്ട്. എല്ലാ സുഹൃത്തുക്കളും അങ്ങ് ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, അല്ലാഹ്ക്ക് ഭക്തിയോടെ പടച്ചവനെ അനുസരിച്ച് ജീവിച്ചവരൊഴികെ അവർക്കവരെ സൗഹൃദ ബന്ധം സന്തോഷത്തിനാണ്, നല്ലതിനാണ്. നേരെ മറിച്ച് തഖ്വയില്ലാതെ ജീവിച്ചവന്റെ സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കൾ അവനെ തെറ്റിലേക്ക് നയിച്ചതാണ്. ഒരിക്കലും തന്നെ കഞ്ചാവ് വലിക്കാത്ത കുട്ടിയെ, ഒരിക്കലും കള്ളു കുടിക്കാത്ത കുട്ടിയെ മദ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുക്കളില്ലേ, ആ കുട്ടിയുടെ ഏറ്റവും വലിയ ശത്രുവല്ലേ അത്? അവന്റെ ആഖിറം നഷ്ടപ്പെടുത്തുന്നവനല്ലേ അത്? ചോദിക്കട്ടെ, മദ്യമെന്ന് പറയുന്ന വിപത്ത്, അതേ സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ വലിയൊരു വിപത്ത് പറയേണ്ടതുണ്ടോ? സുബ്ഹാനല്ലാഹ്, സർവ്വ അങ്ങാടികളിലും സർവ്വ സ്ഥലങ്ങളിലും മദ്യപാനം വർദ്ധിച്ചില്ലേ? കല്യാണ വീട്ടിൽ പോലും മദ്യം വിളമ്പണമെന്ന ചിന്തയിലേക്ക് മനുഷ്യന്മാര് പലരും എത്തിയില്ലേ? പ്ലെയിനിൽ പറക്കുന്ന സമയത്ത് പോലും അതാ കള്ളു കുടിക്കാൻ ഒരുങ്ങുന്നവരില്ലേ? ചോദിക്കട്ടെ, കരളിന് രോഗം അതിൻ്റെതായ ഫലമല്ലേ? കരളിന്റെ രോഗം സമ്മാനിക്കുന്ന, ക്യാൻസർ രോഗം സമ്മാനിക്കുന്ന, ശരീരം നശിച്ചു പോകുന്ന, ബുദ്ധി നശിച്ചു പോകുന്ന ഇത്ര വലിയ വിപത്തുള്ളൊരു സാധനം വേറെയുണ്ടോ? ചോദിക്കട്ടെ, മനുഷ്യന്റെ ബുദ്ധിയുടെ പവർ എത്രയാണ്? ബുദ്ധിക്കല്ലേ ഏറ്റവും വലിയ പവർ? ചോദിക്കട്ടെ, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അതേ അദ്ദേഹത്തിന്റെ ബുദ്ധി അങ്ങ് നീങ്ങിപ്പോയാൽ പിന്നെ പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ? രാഷ്ട്രപതിയാകാൻ പറ്റുമോ? ഒരു മിനിറ്റ് പറ്റുമോ? സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ ബുദ്ധി നീങ്ങിയാൽ പിന്നെ ജഡ്ജിയാകാൻ പറ്റുമോ? അപ്പൊ ബുദ്ധിയല്ലേ ഏറ്റവും മുന്തിയ വസ്തു. ആ ബുദ്ധി നീക്കിക്കളയുന്ന കള്ളിലേക്ക് മനുഷ്യരെങ്ങനെ പോകുന്നു? ലഹരിയിലേക്ക് മനുഷ്യരെങ്ങനെ പോകുന്നു? ഒന്നുകൂടി ചോദിക്കട്ടെ, ലഹരി നജസല്ലേ? കാട്ടത്തെക്കാൾ വലിയ നജസല്ലേ? അറിയില്ലേ നിങ്ങൾക്ക്? കാട്ടിച്ച ഒരു മനുഷ്യൻ ഒരൽപ്പം ക്ലീനക്സ് എടുത്ത്, ടിഷ്യൂ എടുത്ത് അതുകൊണ്ടങ്ങ് തുടച്ചാൽ അവന് നിസ്കരിക്കാൻ വകുപ്പില്ലേ? അത് എങ്ങനെ തുടക്കണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചുരുങ്ങിയത് 3 തുടക്കൽ തുടക്കണം. അത് ആദ്യത്തെ തുടക്കൽ കൊണ്ടോ അല്ലെങ്കിൽ കുറെ തുടക്കൽ കൊണ്ടോ നജസിന്റെ തടി പൂർണ്ണമായി നീങ്ങിയതിന് ശേഷം പിന്നെയും 2 തുടക്കൽ വേണം. അങ്ങനെ 3 തുടക്കൽ ഏറ്റവും ചുരുങ്ങിയത് വേണം. അതുപോലെ തന്നെ ആ ടിഷ്യൂ വെക്കുന്ന സമയത്ത് നജസില്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ടത് തുടക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ആ നജസ് ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന മലദ്വാരമല്ലാത്ത മറ്റ് സ്ഥലത്തേക്ക് വ്യാപിക്കാത്തതായിരിക്കണം. അങ്ങനെ ചില നിബന്ധനകളൊക്കെ അതിനുണ്ട്. എന്നാലും ടിഷ്യൂ കൊണ്ട് തുടച്ചാൽ നിസ്കരിക്കാമല്ലോ, കല്ലുകൊണ്ട് തുടച്ചാൽ നിസ്കരിക്കാമല്ലോ, ഇതുപോലെ തന്നെ മൂത്രവും തുടച്ചാൽ നിസ്കരിക്കാമല്ലോ. എന്നാൽ സുഹൃത്തേ, ഒരിറ്റ് കള്ള് നിന്റെ ശരീരത്തിൽ, ഒരിറ്റ് വിസ്കി, ഒരിറ്റ് ബ്രാൻഡി, ഒരിറ്റ് ലഹരിയുള്ള വസ്തു നിന്റെ ശരീരത്തിൽ തൊട്ടുപോയിട്ട് 1000 പ്രാവശ്യം ടിഷ്യൂ കൊണ്ട് തുടച്ചാൽ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം അത്ര ഗൗരവമുള്ള നജസാണത്. കാട്ടത്തേക്കാൾ ഗൗരവമുള്ള നജസാണത്. ഇതുപോലെ തന്നെ പറയട്ടെ, അതേ അതേ സുഹൃത്തുക്കളെ, അതേ മൂത്രത്തെക്കാൾ കാട്ടത്തേക്കാൾ ഗൗരവമുള്ള നജസ്. ഒന്നുകൂടി പറയട്ടെ, ഉമ്മയുടെ മുല കുടിക്കുന്ന കുട്ടി, മുല കുടിക്കുന്ന സമയത്ത് കുട്ടി ഛർദിച്ചു. ആ ഛർദിക്കുന്ന കുട്ടിയുടെ തൊള്ളയിൽ എന്നും നജസുണ്ടല്ലോ. ആ നജസിലുള്ള സ്ഥലത്ത് മുലയങ്ങ് കൊടുത്തപ്പോ മുലയുടെ മേലെ നജസായില്ലേ? പക്ഷേ ആ മുല കഴുകാതെ ഉമ്മാക്ക് നിസ്കരിക്കാമോ? നിസ്കരിക്കാം എന്നാണ് ഫതുഹുൽ മുഈനിലുള്ളത്. കാരണം അതിന് വിട്ടുവീഴ്ചയുണ്ട്. ഉമ്മാന്റെ മുലക്ക് കുട്ടിയുടെ ഛർദിച്ച തൊള്ള തൊട്ടാൽ അതിന് വിട്ടുവീഴ്ചയുണ്ട്. എന്നാൽ പറയട്ടെ, ഒരുറ്റ് കള്ള്, അതേ ഒരുറ്റ് കള്ള് അല്ലെങ്കിൽ കള്ള് കുടിച്ച മനുഷ്യന്റെ തൊള്ളയിലെ ഉമിനീര് അതേ ഒരു സ്ഥലത്തായി പോയാൽ അത് കഴുകാതെ നിസ്കരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഛർദിച്ചതിനേക്കാൾ ഗൗരവമുള്ള നജസല്ലേ ലഹരി? കാട്ടത്തെക്കാൾ ഗൗരവമുള്ള നജസല്ലേ ലഹരി? ചോദിക്കട്ടെ, ഉമ്മാനോട് പറയണ്ട
പറയേണ്ടത് ഭാര്യയോടും, ഭാര്യയോട് പറയേണ്ടത് ഉമ്മാനോടും. മനുഷ്യനെ കൊണ്ട് പറയിക്കുന്ന സാധനമല്ലേ ലഹരി. SYSന്റെ പ്രവർത്തകന്മാർ ഇൻഷാ അല്ലാഹ് കണ്ണൂരിലും കോഴിക്കോട്ടും മലപ്പുറത്തും എല്ലാ സ്ഥലത്തും കലക്ട്രേറ്റിന് മുമ്പിൽ വരുന്ന 5-ാം തീയതി അതാ മാർച്ച് നടത്തുകയാണ്. എന്തിന്? ലഹരിക്കെതിരെ. പിന്നീട് ഇതാ ഇൻഷാ അല്ലാഹ് 26-ാം തീയതി വരുമ്പോ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ്. എന്തുകൊണ്ട്? ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് ഭരണം മാറി മാറി വരുന്നുണ്ടല്ലോ. ഒരു ഭരണാധികാരിയും എന്തുകൊണ്ട് ഇത്രയും വിപത്തുള്ള സാധനം നിർത്തലാക്കുന്നില്ല? ചോദിക്കട്ടെ, എന്തുകൊണ്ടിത് നിർത്തിക്കൂടാ? എത്രയാണ് രാഷ്ട്രത്തിന് നഷ്ടമെന്ന് പറയേണ്ടതുണ്ടോ? കള്ളും കുടിച്ചിട്ടല്ലേ ഏകദേശ കുഴപ്പവും തുടങ്ങുന്നത്, കള്ളും കുടിച്ചിട്ടല്ലേ വർഗീയത ഉണ്ടാക്കുന്നത്, കള്ളും കുടിച്ചിട്ടല്ലേ കല്ലെറിയുന്നത്, കള്ളും കുടിച്ചിട്ടല്ലേ കുഴപ്പമുണ്ടാക്കുന്നത്. ആ കുഴപ്പത്തിന്റെ പേരിൽ ഗവൺമെന്റിനുള്ള നഷ്ടം എത്രയാണ്? വർഗീയ കലാപങ്ങൾ പലതും തുടങ്ങുന്നത് കള്ളും കുടിച്ചിട്ടല്ലേ, കുഴപ്പമുണ്ടാക്കുന്നത് കള്ളും കുടിച്ചിട്ടല്ലേ. പലപ്പോഴും തുടക്കം അങ്ങനെയല്ലേ. ഏകദേശ വാഹനാപകടങ്ങളും കള്ളിലൂടെയല്ലേ. ചോദിക്കട്ടെ, അതേ ആത്മഹത്യ പലതും കള്ളു കുടിച്ച് നശിച്ചിട്ടല്ലേ. അങ്ങനെ എത്രയെത്ര വിപത്തുകളാണ് മദ്യത്തിന്റെ വിപത്തുകൾ. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, ദുന്യാവിലുള്ള സർവ്വനഷ്ടത്തിന്റെയും പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതാ മൻ ശരിബ മുസ്കിറൻ, ലഹരി വല്ലവനും കുടിച്ചാൽ, ലഹരി കുടിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? പടച്ച റബ്ബിന്റെ മുമ്പിൽ അവന് ഹാജരാക്കപ്പെടുമ്പോ അവന് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അയ്യസ്തയഹു മിൻ തീനത്തിൽ ഖബാൽ, അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കാതെ അല്ലാഹു വിടൂല. ലഹരി ഉപയോഗിച്ചവനെ അല്ലാഹു തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. സഹാബത്ത് ചോദിക്കുന്നു, വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? അവിടുത്തെ മറുപടി കേട്ടോ കുട്ടികളെ, മറുപടി കേട്ടോ ചെറുപ്പക്കാരെ. അതേ അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ. ചോദിക്കട്ടെ, അബൂജഹലിനെ വെറുക്കാത്ത വല്ല മനുഷ്യരും ഈ സദസ്സിലുണ്ടോ? അബൂജഹലിനെ വെറുക്കാത്ത വല്ല മുസ്ലിമുമുണ്ടോ? ഫിർഔനിനെ വെറുക്കാത്തവരുണ്ടോ? എന്നാ ചോദിക്കട്ടെ, അബൂജഹലിന്റെ ഉമിനീര് നമ്മൾ കുടിക്കുമോ? അബൂജഹലിന്റെ കൈ കൊണ്ട് തൊട്ട സാധനം നമ്മൾ കുടിക്കുമോ? അത്രയും മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് അവനോട് വെറുപ്പല്ലേ? അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കൊടലുമാലകൾ വലിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട കഴുത്തിലിട്ട് കൊടുക്കുകയും അങ്ങനെ ഇട്ടുകൊടുത്തത് കണ്ടിട്ട് സുജൂദിൽ വിഷമിക്കുമ്പോ നോക്കി ചിരിക്കുകയും ചെയ്ത ആ ദുഷ്ടനല്ലേ അബൂജഹലി? ചോദിക്കട്ടെ, അവിടുത്തെ തല വെട്ടിക്കൊണ്ടുവന്നാൽ 100 ഒട്ടകം കൊടുക്കുമെന്ന് പറഞ്ഞ ദുഷ്ടനല്ലേ അബൂജഹലി? മൂസാ നബി അലൈഹിസ്സലാമിനെ അതാക്രമിക്കുകയും അതിന്റെ പുറമേ മൂസാ നബിയുടെ കുടുംബത്തിലെ പിഞ്ചുമക്കളെ നിരപരാധികളെ കൊന്നുകളയുകയും ചെയ്ത തീവ്രവാദികളെ ഭീകരവാദികളെ നേതാവ് ഫിർഔനില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിഞ്ഞ നമ്രൂദില്ലേ? ചോദിക്കട്ടെ, അവന്റെ ശരീരത്തു നിന്നുള്ള വിയർപ്പ് നമ്മൾ നക്കാൻ നിൽക്കുവോ? അവന്റെ ശരീരത്തിന് ചലവലിക്കുമ്പോ അത് നക്കാൻ പോവോ മുസ്ലിം ചെറുപ്പക്കാരാ? എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കൊന്ന് കേട്ടോ, നീ ലഹരി കുടിക്കുന്നവനാണോ? വല്ലവനും ലഹരി കുടിച്ചാൽ അതേ അല്ലാഹ് ഏറ്റെടുത്ത കാര്യമാണ് അയ്യസ്ഖിയഹു മിൻ തീനത്തുൽ ഖബാൽ, അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. സഹാബത്ത് ചോദിക്കുന്നു, എന്താ നബിയെ തീനത്തുൽ ഖബാൽ? അവിടുത്തെ മറുപടി അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകത്തിൽ കടക്കുന്ന അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ഫിർഔനിന്റെയും നമ്രൂദിന്റെയും ഖാറൂനിന്റെയും ചലമാണത്. നരകക്കാരുടെ ചലമാണത്. നരകക്കാരെ ശരീരത്തിൽ നൊലിക്കുന്ന നീരാണത്. സുബ്ഹാനല്ലാഹ്,
ഇവിടെയുള്ള തീയറിയില്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ടൊന്ന് പൊള്ളിപ്പോയാൽ ശരീരം പഴുത്തില്ലേ, തോലുരിഞ്ഞില്ലേ, അവിടെ പഴുത്ത് അതാ നീരൊലിച്ചില്ലേ? എന്നാൽ ഇവിടെയുള്ള തീന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നം, ആ ജഹന്നമിൽ അബൂജഹലിനെ പോലത്തെ കക്ഷികൾ പോയി വീണ് ശരീരം തീപ്പൊള്ളിയിട്ട് ഒട്ടാകെ പഴുത്തിട്ട് നീരൊലിക്കുമ്പോൾ, ചലമൊലിക്കുമ്പോൾ അത് കുടിയേണ്ടി വരും. ലഹരി കുടിക്കുന്നവനെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണേ ചെറുപ്പക്കാരെ. സൂറത്ത് യാസീൻ, ആ സൂറത്ത് യാസീൻ മുൻനിർത്തി പറയട്ടെ, എന്റെ ചെറുപ്പക്കാരെ, എന്റെ ചെറുപ്പത്തിലൊന്നും ഒരൊറ്റ മുസ്ലിമും ലഹരി ഉപയോഗിക്കുന്നവരില്ലായിരുന്നു. ഇപ്പോൾ എത്രയെത്ര സംഭവങ്ങൾക്ക് നിൽക്കുന്നത്. അല്ലാഹുവേ, ഈ ഉമ്മത്തുകളിൽപ്പെട്ട ഞങ്ങളെ ചെറുപ്പക്കാർ അറിവില്ലായ്മയുടെ പേരിൽ, ബോധക്കുറവിന്റെ പേരിൽ തെറ്റുകളിൽ അകപ്പെട്ടുവെങ്കിൽ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ഏടുകളിൽ നിന്ന് മാറ്റി കളയണം റഹ്മാനേ. റബ്ബേ, സൂറത്ത് യാസീനിന്റെ ബറക്കത്തോട് ഇനിമേലിൽ ഞങ്ങൾ ഒരിക്കലും ലഹരി ഉപയോഗിക്കുകയില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തൗബ ചെയ്യാൻ അവർക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളെ ചെറുപ്പക്കാർ, അവരാലിമീങ്ങളെ പ്രിയം വെക്കുന്നവർ, ഇൽമിന്റെ മജ്ലിസിലേക്ക് വരുന്നവർ, ഉസ്താദുമാരെ ആദരിക്കുന്നവർ, തങ്ങന്മാരെ ബഹുമാനിക്കുന്നവർ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ പോകാത്തവർ, അവര് നിന്നെ ഭയപ്പെട്ട ചെറുപ്പക്കാർ, അവരെ ദുർബല നിമിഷങ്ങളിൽ വല്ല തെറ്റും വന്നെങ്കിൽ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ മാപ്പാക്കണേ റഹ്മാനേ. നീ ശിക്ഷിക്കരുത് റഹ്മാനേ. ചോദിക്കട്ടെ, റബ്ബിന്റെ സൃഷ്ടിപ്പ് എത്ര അത്ഭുതകരമാണ്. ആ റബ്ബിന് രാവിലെ ഒന്ന് സുജൂദ് ചെയ്യാൻ, ഒന്ന് സുബ്ഹിക്ക് എഴുന്നേറ്റ് കൂടെ ചെറുപ്പക്കാരാ? അവൻ ഇളനീര് വെള്ളം തന്നില്ലേ, ചായ തന്നില്ലേ, ജ്യൂസ് തന്നില്ലേ, പാല് തന്നില്ലേ, തേന് തന്നില്ലേ? നിനക്കൊരായിരം വെള്ളം തന്നിട്ട് നിന്റെ ശരീരത്തിനും ബുദ്ധിക്കും കേടുവരുന്ന ലഹരി ഉപയോഗിക്കരുതെന്ന് ആ റബ്ബവന്റെ ഖുർആനിൽ എന്ന് പറയുമ്പോ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അതിന്റെ നജസാണ് ജനങ്ങളെ, നിങ്ങൾ കൈയൊഴിക്കണേ എന്ന് പറയുമ്പോ ആ ലഹരി കുപ്പിയൊന്ന് വലിച്ചെറിഞ്ഞുകൂടെ? അള്ള തന്ന വെള്ളം എത്രയുണ്ട് മുഅ്മിനേ. അങ്ങനെ ഓരോന്നും നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഞാൻ എന്റെ പ്രസംഗം ഇന്നത്തേത് നിർത്തട്ടെ.